അങ്ങനെ മാസങ്ങളോളം കാത്തിരുന്ന ഒരു കല്യാണമായിരുന്നു നമ്മുടെ സുൽഫിക്കറുടെ. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ സുൽഫി. ഭയങ്കര നാണക്കാരനാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ബ്രദർ ആണെങ്കിലും നമ്മുടെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാളും സെറോക്സ് കോപ്പി പോലെ. അതുകൊണ്ടാണ് പലതവണ എടുത്തു പറയുന്നത് ഹീസ് ലൈക്ക് മൈ ബ്രദർ. ഇതാണ് നമ്മുടെ വ്ളോഗർ ഷാൻ ചേട്ടായി. ഷാൻ ചേട്ടായി കുറേ കാര്യങ്ങൾ സുൽഫിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മണവാള ഇവിടെ ഇരിപ്പുണ്ട്. മണവാളടേ പറയാനുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. എന്തിന് ഇത്ര കാലം പ്രേമിച്ചോണ്ടെന്ന് എന്താ ടെൻഷൻ ഉണ്ടാ? വിഷ്ണു പിറകെ വരുന്നുണ്ട്. അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്ന നിക്കാഹിന് വേണ്ടിയിട്ടാണ്. എനിക്കങ്ങനെ മുസ്ലിം കൾച്ചറിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ല. അവർക്ക് എങ്ങാണ്ട് ഉണ്ടല്ലോ പള്ളിയിൽ വെച്ച് എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതാണ് ആദിത്യനും അബ്രാമിയും. ഇവരൊക്കെയാണ് നല്ല ക്യൂട്ട് കപ്പിൾസ് ആയിട്ടില്ലേ. ഇതാണ് നമ്മുടെ ബോയ്സ് ഗ്യാങ്. ഇവരെല്ലാവരും നല്ല ലുക്കുമാരായിട്ടാണ് കല്യാണത്തിന് വന്നിട്ടുണ്ടായേ. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. അവിടെ വെച്ച് ചെക്കനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഈ നടക്കുന്നത്. അതിനുശേഷം സുൽഫി ഓഡിറ്റോറിയത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നിഖിൽ, ഷിബിനയുടെ ചേച്ചി, പിന്നെ കുറേ പേരുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ എനിക്ക് എല്ലാം പെട്ടെന്ന് വിട്ടു പോകുന്നുണ്ട്. അതാണ് കേട്ടോ പറയത്തെ. അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതിനുശേഷം ഉണ്ടായിരുന്ന പിങ്കിയുടെ എൻട്രി ആയിരുന്നു. അങ്ങനെ അവളും സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ ഒരു വ്ളോഗ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് എല്ലാം വിചാരിച്ചിട്ടുണ്ടായത്. കുറച്ച് വിഷ്വൽസ് ഒക്കെ കൂടെ ആഡ് ആക്കിയിട്ട് നല്ലൊരു വ്ളോഗ് എടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അൺഫോർച്ചുനേറ്റ്ലി എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുടെ വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും വ്ളോഗ് എടുക്കാനുള്ള ഒരു ഇത് ഉണ്ടാവത്തില്ല. പക്ഷെ കിട്ടിയ വിഷ്വൽസ് ഒക്കെ അധികം ഞാൻ എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ. ഭയങ്കര താറ്റലും പരിപാടികളൊക്കെ ആണ് കേട്ടോ. അപ്പം നിനക്ക് എത്ര വയസ്സായിടാ? സുൽഫിക്ക് 30 എന്നൊക്കെ പറയാനായിട്ട്. അടാ അങ്ങേറെ 47 വയസ്സ്. പിന്നെ കുട്ടിയെ കെട്ടിയിരിക്കണം 18 വയസ്സായ. ആർക്ക് 23? 5 വർഷം 10 വർഷം മുമ്പ് കളിയാ. 20 വർഷം മുമ്പ് നിങ്ങളാ ശിവ നിനക്ക് വല്ലതും പറയാനുണ്ടോടാ? ഞാൻ പറഞ്ഞ പിന്നെ എല്ലാവരും കൂടി ഇക്കൂനെ താറ്റി നിലത്തടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ താലികെട്ടും പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. വിഷ്വലിൻ്റെ ഷോർട്ടേജ് കാരണം ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം പിങ്കിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കൂടെ കപ്പിളായിട്ട് നിന്ന് ഫോട്ടോ എടുത്താണ്. എന്ത് ചെയ്യാനാണ്? 2 യൂട്യൂബർമാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഫോട്ടോഗ്രാഫർ പിടിച്ചതാ മാറ്റി കളയണം. പോവാനാണ് ഇറങ്ങിയിട്ടുണ്ടായ. പോവാനും വിടത്തില്ല, അതിലും താറ്റിയിട്ടേ വിടത്തുള്ളൂ ഷാൻ ചേട്ടായി. എങ്ങോട്ടാണ്? നേരെ റൂമിലോട്ടാ? റൂമിൽ ആക്കോല തുറടാ. എന്തിനാണ് രണ്ടെണ്ണം കൂടെ? ചെറുക്കൻ്റെ കൂടെ വന്നതല്ലേ, പിന്നെ ഇതിൽ കയറി എന്തിന്? അല്ല ഇതിന്റെ ഇടയിൽ കൂടെ ചെറുക്കൻ്റെ കൂടെ ഇങ്ങനെ നൈസിന് ബാക്കിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ എടുക്കണുണ്ട്. എന്തിനാണ് അത്? യൂട്യൂബിൽ വരുമെങ്കിൽ ഞാൻ അതിന്റെ മെയിൻ വീഡിയോ എടുത്തിടേ. യൂട്യൂബർ ആണെന്നല്ലോ, യൂട്യൂബർ. അല്ലേ യാസ് ഒന്നിട്ട് കൊടുക്കണ്ട. ഡേ എടാ എണ്ണ അടിക്കാൻ പൈസ തരേ വിഷ്ണു. ശിവൻ തരും. അപ്പൊ ഓക്കെ ബാബാ, ഞാൻ ഇതുവഴി അങ്ങ് പോയി വിമാനാക്കിട്ട്. ഓ ഓക്കെ. വൈകിട്ടുള്ള ഫംഗ്ഷനും അത്യാവശ്യം വിഷ്വൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ സംഗീതനും കാർത്തികേച്ചനെയും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം വിഷ്വൽസ് തീരെ കുറവാണെന്ന് അറിയാം. എന്തായാലും കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.